ഞാൻ എറണാകുളം സെൻട്രലിലെ ACP ആയിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് നൈറ്റ് പെട്രോളായിരുന്നു. ഞാൻ സാധാരണയായിട്ട് ഒരു 10:45 നൈറ്റ് പെട്രോളിന് ഇറങ്ങുന്നത്. നൈറ്റ് പെട്രോൾ ചെക്കിങ്ങാണ് നമ്മളുടെ ഡ്യൂട്ടി. അങ്ങനെ ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ചെക്കിങ്ങിന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വയർലെസ് സെറ്റിൽ കൂടി ഒരു വിവരം കിട്ടി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീയെ എത്തിച്ചിട്ടുണ്ട്. അവർ റേപ്പ് ചെയ്യപ്പെട്ടതായിട്ട് സംശയമുണ്ട്. അവരെ കമ്മട്ടിപ്പാടം ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഒരു പൊന്തക്കാട്ടിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടെത്തി. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിഞ്ഞ് പോലീസ് അവിടെ ചെന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് എന്നുള്ള വിവരമാണ് വയർലെസ് സെറ്റിൽ കൂടെയുള്ള കിട്ടിയത്. ഞാനപ്പോൾ തന്നെ അവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി. ഇവരെ കണ്ടു. ഇവർ 10-65 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവർ ശരിക്കും അവരെ റാവിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ വസ്ത്രം ശരിയായ രീതിയിലുള്ള വസ്ത്രങ്ങളില്ല. അവർക്ക് പരിക്കുകളുണ്ട്. അവരുടെ മുഖത്തൊക്കെ പരിക്കുകളുണ്ട്. അവരെ ചികിത്സയിലാണ്. അവരോട് സംസാരിക്കാവുന്ന സാഹചര്യമല്ല. അപ്പം ഞാൻ കൊണ്ടുവന്ന പോലീസിനോട് വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൺട്രോൾ റൂമിലേക്ക് കിട്ടിയ കോള് പ്രകാരം അവരവിടെ എത്തിയതാണ്. അവർക്കപ്പോൾ അവിടെ കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ കുറേ ഭാഗം അപ്പുറം ഇപ്പുറം ആൾതാമസമില്ലാതെ കിടക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ കമ്മട്ടിപ്പാടെന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകൾ, താമസിക്കുന്ന ആളുകൾ പലരും ചിലപ്പോൾ ഈ റെയിൽവേയോട് ചേർന്നുള്ള സൈഡിൽ ഈ പൊന്തക്കാടുകളിലൊക്കെ ചിലപ്പോൾ പിള്ളേരൊക്കെ ചെന്ന് ഇരിക്കാറുണ്ട്. പോയി ഇരിക്കുന്നത് ശരിയായ കാര്യത്തിനല്ല. പക്ഷേ ഇന്ന് ഈ സംഭവത്തിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ പോയി സാധാരണ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന 1-2 കുട്ടികൾ, പയ്യന്മാരാണ്. അവരവിടെ അതിൽ കൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞരക്കം കേട്ടു, ചെറിയ കരച്ചിൽ പോലെ കേട്ടു. അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അവിടെ വിവസ്ത്രയായിട്ട്, വസ്ത്രമൊന്നുമില്ലാതെ അവരവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് പരിക്കുകളുണ്ട്. അവരപ്പം തന്നെ കൺട്രോൾ റൂമിലേക്ക് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞു. കൺട്രോൾ റൂം വാഹനം, കൊച്ചി സിറ്റിയിലെ കൺട്രോൾ റൂം മറ്റ് ജില്ലകളിലെ പോലെയല്ല. കൊച്ചി സിറ്റിയിൽ കൺട്രോൾ റൂമിൻ്റെ ചുമതലയുള്ള ഒരു DYSP തന്നെയുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ പാരലായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എവിടെ എന്ത് അർജൻറ്റ് കോളുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാൽ പോലും ആദ്യം ചെല്ലുന്നത് കൺട്രോൾ റൂം വെഹിക്കിളായിരിക്കും. CRV എന്ന് പോലീസിൽ പറയും. CRV 1 മുതൽ 30 പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ 30 CRVകളുണ്ടാവും. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രോൾ റൂം വെഹിക്കിൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ അവരവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ ആംബുലൻസിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അവരുടൻ തന്നെ ആംബുലൻസ് വിളിച്ച് വരുത്തി. അങ്ങനെയാണ് ഈ സ്ത്രീയെ അവിടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അന്ന് അവരുടെ മൊഴി അപ്പോൾ രേഖപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്ന സാഹചര്യമായിരുന്നില്ല. പക്ഷേ അന്നത്തെ ആശുപത്രിയിലെ ഇൻറ്റിമേഷൻ പ്രകാരം ഞങ്ങളത് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംഭവം ഉണ്ടായി, അതിന് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം. കേസ് രജിസ്റ്റർ ചെയ്യാൻ താമസിച്ചു എന്നുള്ളതിൽ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം അതൊരു വലിയ പത്രവാർത്തയാവാനുള്ള സാധ്യതയുണ്ട്. പോലീസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ വിമർശിക്കുന്ന രീതിയിലായിരിക്കും പിന്നീട് പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒന്നും ഇല്ലാത്ത ഒരു വിമർശനം അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം പോലീസിനുണ്ട്. അപ്പോൾ ഇത്രയൊരു സംഭവം ഉണ്ടായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള കാര്യം പിറ്റേ ദിവസം ഒരു പത്രവാർത്തയായിട്ട് വരരുത്. കൊച്ചി സിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെ, കൊച്ചി സിറ്റിയിൽ എന്ത് കാര്യം ഉണ്ടായാലും അത് കേരളത്തിൽ മറ്റേത് സ്ഥലത്ത് നടക്കുന്നതിനേക്കാൾ വലിയ ഒരു വാർത്തയായിട്ട് മാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കും. അവിടെ ഒരു സ്ത്രീ, 65 വയസ്സുള്ള സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം വാർത്തയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ വാർത്തയായിട്ട് വരും. അതിന് കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡോക്ടറുടെ ഇൻറ്റിമേഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ സ്ത്രീയെ അത് ജനറൽ ആശുപത്രിയിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരമുള്ളതുകൊണ്ട് അതൊരു കൊലപാതകമായിട്ട് മാറാതിരിക്കാൻ വേണ്ടി ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയതിന് ശേഷം പിറ്റേ ദിവസം
ആണ് അവരോട് കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയുള്ളൂ. അവരോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് വയ്ക്കുക, ആൾ വരുമ്പോൾ തിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അവർ കുറേ ദിവസങ്ങളായിട്ട് അവിടെ പോകാതിരിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാരണം പോകാതിരുന്നതാണ്. അവർ സംസാരിക്കുമ്പോൾ തന്നെ അത്ര ക്ലിയർ അല്ല. പിന്നീട് ഈ 4-5 ദിവസത്തിന് ശേഷം വേറെ വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത കാരണം ജോലിക്കായിട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വരാതിരുന്നതുകൊണ്ട് അവിടെ വേറെ ഒരു സ്ത്രീയെ ആക്കിയിരിക്കുന്നു. അവർക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നീട് അവർ ആലുവയിൽ ഇതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്നുള്ള രീതിയിൽ അവർ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ഒരു ഹിന്ദിക്കാരൻ, ഹിന്ദിയാണ് സംസാരിച്ചതെന്ന് അവർ പറയുന്നു, ഒരു ഹിന്ദിക്കാരൻ വന്നു അവരോട് സംസാരിച്ചു. 500 രൂപ എടുത്ത് അവർ കൊടുത്തു. എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലുവയ്ക്ക് പോകാൻ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ കൂടെ പോവാം, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അവരെ കൂടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ലിസി ആശുപത്രിയുടെ ആ വഴി കൂടെ അതിൽ നടന്ന് ഒരു പോക്കറ്റ് റോഡ് കൂടെയൊക്കെ നടന്നിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പാകത്തിന് എത്തി ആ വഴിക്ക് പോയതാണ്. അങ്ങനെ ആ വഴി എത്തി റെയിൽവേ ക്രോസ് നടത്തി ഈ ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഈ സ്ത്രീയെ വലിച്ച് ഉള്ളിലേക്കിട്ട് അവിടെ വെച്ച് ഇവരെ റേപ്പ് ചെയ്തു. അതിനുശേഷം അവരെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്ന് അവർ മൊഴി പറഞ്ഞു. അപ്പോൾ ഇവർ ഈ പോയ വഴിയും ഇതെല്ലാം വന്ന് പറഞ്ഞതോടുകൂടി സംഭവസ്ഥലം ഞങ്ങൾ പോയി പോലീസ് പൂർണ്ണമായിട്ട് പരിശോധിച്ചു. അതൊരു കൃത്യസ്ഥലമാസറായിട്ട് തയ്യാറാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ചെരുപ്പ് അവിടെ കിടന്ന് കിട്ടി. കൊച്ചി സിറ്റിയിലെ ഒരു പ്രത്യേകത തന്നെ, കൊച്ചി സിറ്റിയിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡുകളുണ്ട്. അവർ പല കേസുകളും എൻ്റെ അനുഭവത്തിൽ തന്നെ പല കേസുകളും അവർ തെളിയിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ACPയുടെയും എറണാകുളം സെൻട്രൽ ACPയുടെയും ഓഫീസുകൾ തൊട്ടടുത്താണ്. അതിൻ്റെ പോലീസ് സ്റ്റേഷനുകളും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതും ചെറിയ രീതിയിലുള്ളൊരു മത്സരമൊക്കെ എപ്പോഴും നടക്കുന്നതാണ്. ഞാൻ എറണാകുളം സെൻട്രൽ ACP ആയിരുന്ന സമയത്ത് രാജ്കുമാർ എറണാകുളം ACP ആയിരുന്നു. അതുപോലെ നിസാമുദ്ദീൻ എറണാകുളം ACP ആയിരുന്നു. ആ സമയത്തൊക്കെ അവർക്ക് എന്ത് കുറ്റകൃത്യം നടന്നാലും അവരെത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എറണാകുളം ACPയുടെ സ്ക്വാഡിൻ്റെയും എറണാകുളം ACPയുടെയും മറ്റ് DYSPമാരുടെയൊക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട്. കൺട്രോൾ റൂം DYSPയുടെയൊക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട്. സിനിമാ സംവിധായകൻ ശ്രീ ജോഷി സാറിൻ്റെ വീട്ടിൽ നടന്ന മോഷണം അത് അന്തർ സംസ്ഥാന കുറ്റവാളികളായിരുന്നു. പക്ഷേ എറണാകുളം ACP രാജ്കുമാറിൻ്റെ സ്ക്വാഡും അവരുടെ അന്വേഷണം കൊണ്ട് അവരത് മണിക്കൂറുകൾക്കകം മോഷണം മുതലോടുകൂടി കള്ളനെ പിടിച്ച ഒരു സംഭവം മാത്രമാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, സ്നാച്ചിങ് കേസുകളൊക്കെ ഇന്ന് വൈകുന്നേരങ്ങളിലാണ് സാധാരണ സ്നാച്ചിങ് നടക്കുന്നത്. സ്നാച്ചിങ് നടന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും നിസാമുദ്ദീൻ ആയിരുന്നെങ്കിലും രാജ്കുമാറായിരുന്നെങ്കിലും അവരുടെ സ്ക്വാഡ് പിടിക്കാറുണ്ട്. ഞങ്ങൾക്കും പ്രതികളെ കിട്ടാനുള്ള സഹായങ്ങൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായതുകൊണ്ട് ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ കുറ്റകൃത്യം നടന്നതിന് ഒരു 500 മീറ്റർ അപ്പുറം മാറി CCTV ക്യാമറകൾ തീരുകയാണ്. ആ സ്ഥലം വരെയുള്ള എല്ലാ CCTV ക്യാമറകളും അന്വേഷിക്കാൻ വേണ്ടി 2 സ്ക്വാഡും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള മറ്റ് പോലീസുകാരെയും പല സംഘങ്ങളായിട്ട് വിട്ടു. അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മൊഴി ഏകദേശം ശരിയാണെന്ന് മനസ്സിലായി. അവരൊരുമിച്ചല്ല നടന്നു പോകണമെങ്കിൽ പോലും അവർ പോകുന്നതിൻ്റെ പുറകിലായിട്ട് ഒരു അന്യസംസ്ഥാനക്കാരൻ എന്ന് തോന്നുന്ന ഒരാൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടി. പക്ഷേ അതത്ര ക്ലിയർ അല്ല. ഇയാളെ നടന്നു പോകുന്നതും ഈ സ്ത്രീയുടെ പുറകിൽ നടന്നു പോകുന്നതൊക്കെ ആയിട്ട് ഉള്ള ഇതുണ്ട്. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സാധാരണ ഇതിൽ കേസിൻ്റെ അന്വേഷണം, കേസുണ്ടായിക്കഴിഞ്ഞാൽ പകൽ മുഴുവൻ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം രാത്രി അന്നത്തെ അന്വേഷണത്തിൻ്റെ ലക്ഷണങ്ങൾ വച്ച് ഒരു ഡിസ്കഷനും
അതിന് മുന്നോട്ട് ഏത് വഴിക്ക് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളും അങ്ങനെ അന്വേഷണത്തിന് വേണ്ട ചില കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ പങ്കെടുത്ത ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അതിൻ്റെ മിഡിൽ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരും ചിലപ്പോൾ DYSPമാർ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മേളിലും ഉള്ള സൂപ്പർവൈസറി ഓഫീസർമാരും എല്ലാം അതിൽ പങ്കെടുക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങൾ വെച്ച് സ്ക്വാഡ് അംഗങ്ങൾ പരിശോധിച്ചപ്പോൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ ASI ദിലീപ് ഈ CCTV ദൃശ്യം കണ്ടിട്ട് ഇയാളൊരു നർക്കോട്ടിക് കേസ് NDPS കേസിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലെ 2 ദിവസം മുമ്പ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പിടികൂടിയ ഒരു പ്രതിയാണോ എന്ന് ഒരു സംശയം തോന്നുന്നതായിട്ട് ദിലീപ് പറഞ്ഞു. NDPS കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞ നിയമപ്രകാരം എടുക്കുന്ന കേസാണ്. അത് ഒരു പ്രതിയുടെ കൈവശം മയക്കുമരുന്നോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഈ നിയമപ്രകാരമാണ് കേസെടുക്കുന്നത്. കഞ്ചാവ് സാധാരണ കണ്ടെത്തുകയാണെങ്കിൽ എടുക്കുന്ന ഈ നിയമപ്രകാരമാണ്. അപ്പോൾ ഈ പ്രതി ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പിടികൂടപ്പെട്ടു എന്ന് പറയുന്ന പ്രതി ഒരു മൈഗ്രൻ്റ് ലേബറാണ്. അയാൾ 2 ദിവസമായിട്ട് ആ ഭാഗത്ത് കറങ്ങി നടക്കേണ്ടായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. ഇത് കേസ് പിടിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഇയാളെ പോലീസ് പെട്രോളിങ്ങിനിടയ്ക്ക് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ കഞ്ചാവ് കണ്ടു. അപ്പോൾ അയാളെ കൊണ്ടുവന്ന് കേസെടുത്തു. അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സ്മോൾ ക്വാണ്ടിറ്റി ആയത് കാരണം അയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. അങ്ങനെയാണ് കിട്ടിയ വിവരം. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പോലീസ് സ്റ്റേഷനിൽ ഇതിന് കംപ്ലീറ്റ് CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് പോലീസ് സംഭവ സ്ഥലത്തുനിന്ന് നമുക്ക് ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ചെരുപ്പ് കുറ്റകൃത്യത്തിൽ ഈ പ്രതിയുടെയാണ് എന്നുള്ളൊരു സംശയത്തിലാണ് അവിടുന്ന് ബന്ദോബസ്തിലെടുത്തിരിക്കുന്നത്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഈ കഞ്ചാവ് കേസിൽ പിടിച്ചിരിക്കുന്ന പ്രതിയും ഇയാളും ഏകദേശം ഒരുപോലെയാണ്, കാഴ്ചയിലൊക്കെ ഒരുപോലെയാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ശരിക്കും കൃത്യമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇയാൾ വന്നിരിക്കുന്ന ചെരുപ്പ് അത് കൃത്യമായിട്ട്, കാരണം ക്യാമറ നേരെ ചെരുപ്പിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇതില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അയാൾ വന്നപ്പോൾ ഇട്ടിരിക്കുന്ന ചെരുപ്പും ഈ സംഭവ സ്ഥലത്ത് കണ്ടെത്തിയ ചെരുപ്പും തമ്മിൽ സാമ്യമുണ്ട്. അത് ഏകദേശം ഒരുപോലെ തന്നെയാണെന്നുള്ളൊരു ബോധ്യം വന്നു. പോലീസ് സ്റ്റേഷനിൽ അയാളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അയാളുടെ ഫോൺ നമ്പറിൻ്റെ CDR പരിശോധിച്ചു. CDR പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അന്നത്തെ ദിവസം കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത ദിവസം അയാൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഏകദേശം ആ ഫോൺ നമ്പർ അയാളുടെ തന്നെയാണ്. ഈ ഫോൺ നമ്പർ അയാളുടെ തന്നെയാണോ എന്നുള്ള കാര്യം ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാര്യം, ഒരു ഫോൺ നമ്പർ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രതിയുടെയാണെന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ആ പ്രതിയെ നമുക്ക് ഫോണിൽ വിളിച്ച് നോക്കാൻ പറ്റില്ല. നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുന്നത് ഒന്ന് CDR പരിശോധിക്കാം, 2 അയാളുടെ കറണ്ട് ലൊക്കേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കാം. അല്ലാതെ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൈഗ്രൻ്റ് ലേബേഴ്സൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് നാട് വിട്ടുപോയാൽ പിന്നെ ആസാമിലോ അല്ലെങ്കിൽ ബീഹാറിലൊക്കെ പോയി ഇവരെ പിടിക്കേണ്ട സാഹചര്യം വരും. ചിലപ്പോൾ പിടിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വന്നേക്കാം. അതുകൊണ്ട് ഒരിക്കലും വിളിച്ചു നോക്കാൻ പറ്റില്ല. ഈ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നത് ശരിയായ നമ്പറാണോ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്ന ആളുടെ ആണോ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അടുത്ത അന്വേഷണങ്ങളിലേക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ CDR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി, NDPS കേസ് കഞ്ചാവുമായിട്ട് ആ പ്രതിയെ പിടിച്ച ദിവസം അയാളുടെ ആ സമയത്തുള്ള ലൊക്കേഷൻ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം തന്നെയാണ്. അതായത് ആ സമയത്ത് അയാളുടെ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ള ഏകദേശം ഇത് ചെയ്യാം. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇയാൾ തൃപ്പൂണിത്തുറയ്ക്ക് പോയിട്ടുണ്ട്.
തൃപ്പൂണിത്തുറയ്ക്ക് പോയതിന് ശേഷം അയാൾ തിരിച്ച് സംഭവ ദിവസം നമ്മുടെ റേപ്പ് നടന്ന സംഭവം ദിവസം അയാൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് പ്രതിയാണെന്ന് ഉറപ്പിക്കാവുന്ന തെളിവുകൾ അത്രയും കൊണ്ട് കിട്ടി. ഇനി ഉള്ള കാരണം തന്നെ ഇയാൾ ഇനി ആരാന്നുള്ള കാര്യം ബോധ്യപ്പെടണം. അങ്ങനെ ആരാണെന്നുള്ള കാര്യം ഇയാളുടെ കോൾ ഡീറ്റെയിൽസ് CDRൽ വരുന്ന ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ് കോൾസൊക്കെ നോക്കിയതിന് ശേഷം അതിൽ മിക്കവാറും കാണുന്നതെല്ലാം ബംഗാൾ നമ്പറുകളാണ്. ബംഗാൾ നമ്പറുകളുള്ള ആളുകളെ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് പ്രതിയിലേക്ക് എത്താവുന്ന വിവരങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ കേരള നമ്പറുകളുണ്ടെങ്കിൽ ആണ് അതിലേക്കൊന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ആളാരാണെന്ന് അഡ്രസ്സ് എടുത്തതിന് ശേഷം അയാളെ പോയി അന്വേഷിച്ച്, അതും ഫോണിൽ വിളിച്ച് നോക്കാൻ പറ്റില്ല. കാരണം ഫോണിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരള നമ്പറാണെന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ പ്രതിക്ക് വിവരം കൊടുക്കുന്ന ആളുകളുടെ നമ്പറായിരിക്കും. അതുകൊണ്ട് കേരള നമ്പറിലുള്ള ആരെങ്കിലും അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആളോട് അന്വേഷിക്കുക. അങ്ങനെയാണ് സാധാരണ പോലീസ് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഇയാളുടെ ഒരു ആദ്യത്തെ ഒരു 2 മാസത്തെ കോൾ ഡീറ്റെയിൽസ് ആയിരുന്നു എടുത്തത്. അതിൽ കാര്യമായിട്ട് ഒരു തിരിച്ചറിയാവുന്ന കേരള നമ്പർ കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഈ സ്ക്വാഡ് പോലീസുകാർക്ക് പല രീതിയിലുള്ള അവർ പല പ്രവർത്തനങ്ങൾ നടത്തും. അവർ പുതിയ സംവിധാനങ്ങൾ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ട്രൂ കോളർ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് അവർ. അതിൽ നിന്നൊക്കെ അവർക്ക് പല ഇൻഫർമേഷനും അവർക്ക് കിട്ടും. അവർ നമ്പർ കൊടുത്തും അതുപോലെ തന്നെ നമ്പർ അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തും അതുപോലെ തന്നെ നമ്പർ കൊടുത്ത് ഫോട്ടോ കളക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്ഥിരം പ്രവർത്തനങ്ങൾ കൂടി അവർക്ക് അറിയാവുന്നതാണ്. ഈ ഫോൺ നമ്പർ വെച്ച് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതായിട്ട് കണ്ടു. ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അന്ന് കടവന്ത്ര പിടിച്ച അയാളുടെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അയാൾ ഇവിടെ വന്നതിന് ശേഷം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ അയാൾ മോഹൻലാലിൻ്റെ ഒരു വളരെ ആരാധകനാണ്. മോഹൻലാലിൻ്റെ സിനിമയിലെ ഡയലോഗുകൾ അയാൾ ടിക്ടോക്ക് ചെയ്ത് അയാൾ ആക്ട് ചെയ്ത് കുറേ വീഡിയോകളൊക്കെ അതിൻ്റെ അകത്തിട്ടുണ്ട്. അതിൽ അയാൾ ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ആ കടയുടെ ഒരു ഫോൺ നമ്പറും ആ കടയുടെ പേരും ആ കടയുടെ മുന്നിൽ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു വിവരം കിട്ടി, ഒരു ലീഡ് കിട്ടി. അങ്ങനെ ആ ലീഡ് അത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു കടയുടെ ഫോൺ നമ്പറും ഒക്കെയാണ്, ഒരു ബോർഡുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ക്വാഡ് തൃപ്പൂണിത്തുറയിലെത്തി അയാളെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടുത്തെ പൊറോട്ട അടിക്കുന്ന ആളാണ്. അപ്പോൾ ജോലി ചെയ്ത് കുറച്ച് ആൾ പൈസ കിട്ടി കഴിയുമ്പോൾ പിന്നെ അയാൾ കുറച്ച് ദിവസങ്ങൾ മിസ്സിങ് ആയിരിക്കും. ആ മിസ്സിങ്ങിൻ്റെ സമയത്ത് കള്ളു കുടിച്ച് നടക്കുക എന്നാണ് ഈ മുതലാളിയൊക്കെ വിചാരിക്കണത്. അങ്ങനെ ആ പൈസയൊക്കെ തീർന്നു കഴിയുമ്പോൾ അയാൾ തിരിച്ചു വരും. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അയാൾ അവിടെ നിന്ന് പോന്നേക്കാണ്, അയാൾ അവിടെ ഇല്ല. അയാൾ തിരിച്ചു വരും, പക്ഷേ ഫോണിലൊന്നും വിളിച്ചാൽ സാധാരണ അയാൾ എടുക്കലൊന്നും ഉണ്ടാവില്ല. അയാൾ ഏതെങ്കിലും പണിയാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ് ഇത് അയാളുടെ ഒരു രീതി എന്ന് പറഞ്ഞു. നമുക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട്, ലൊക്കേഷൻ എപ്പോഴും പ്രസൻറ്റ് ലൊക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അയാളെ ഒരു സ്ഥലത്ത് ഈ പ്രതിയെ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടെങ്കിലാണ് അയാളെ പിടിക്കാൻ പറ്റുകയുള്ളൂ. ഈ കേസിൻ്റെ അന്വേഷണത്തിലുള്ള മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട വനിത അവർക്ക് വയസ്സ് കൂടുതലുള്ള ആളാണ്. അവർക്ക് ആളുകളെ അങ്ങനെ തിരിച്ചറിയാൻ അവർക്ക് കാഴ്ചയ്ക്കൊക്കെ അത്ര ഇല്ലാത്ത ആളാണ്. പക്ഷേ വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് അവരോട് ഈ പ്രതി ചെയ്തത്. അത് പിന്നീട് അവരെ പരിശോധിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അത് ലഹരിയുടെ ആധിക്യം കൊണ്ടുണ്ടായതാണ്. അയാളുടെ പല അയാളുടെ ഫേസ്ബുക്കും പിന്നെ അയാളുടെ പ്രവർത്തനങ്ങൾ പലതും നോക്കി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് ഡീവിയൻ ബിഹേവിയേഴ്സ് ഉള്ള ആളാണ്. പ്രതിയുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഈ പ്രതിയെ കാണുന്ന സ്ഥലത്ത് വെച്ച് കണ്ട് തിരിച്ചറിയുകയും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൊരു സഹായം ഈ കടയുടെ ഉടമസ്ഥനെ കിട്ടിയതിന് ശേഷമാണ് കിട്ടിയത്. അങ്ങനെ ഈ കട ഉടമസ്ഥനുമായിട്ട് മഫ്തി പോലീസ് വാഹനമല്ലാത്ത വാഹനത്തിൽ ഇയാളുടെ ലൊക്കേഷൻ അനുസരിച്ച് തന്നെയാണ് നോക്കുന്നത്. ഇയാളുടെ ലൊക്കേഷൻ പക്ഷേ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് കാണണമെങ്കിലും അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ മൂവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഒരു പ്രത്യേകമായ സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ നേരങ്ങളായിട്ട് ഇയാളുടെ ലൊക്കേഷൻ പിന്തുടർന്ന് അയാൾ പോകുന്ന ഏത് ഭാഗത്തുണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടവറിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ടവറിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പോ അങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അന്നത്തെ കാലത്ത് എക്സാക്റ്റ് ലൊക്കേഷൻ, ഫോണിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടുമായിരുന്നു. മറ്റത് അല്ലെങ്കിൽ കിട്ടുന്നത് ടവർ ലൊക്കേഷനാണ്. അപ്പോൾ ഇയാളുടെ ഫോണിൻ്റെ കാര്യത്തിൽ ടവർ ലൊക്കേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടവറിൻ്റെ കീഴിൽ അയാളുണ്ട് എന്നുള്ളതല്ലാതെ അയാളുടെ എക്സാക്റ്റ് പൊസിഷൻ ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാ സമയത്തും അയാൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ടവറിൻ്റെ കീഴിൽ അയാളുണ്ട്. പക്ഷേ അയാളെ കൃത്യമായി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ ഒരുപാട് തിരക്കുള്ള ഭാഗമാണ്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിറ്റൂർ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ടും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ പോകുന്നതുകൊണ്ടും അവിടെ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളെ തിരിച്ചറിഞ്ഞ് കണ്ടെത്താൻ വളരെ പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പരിചയമുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കൂട്ടത്തിൽ പോലീസുകാർ 5-6 പേരുണ്ട്. പക്ഷേ തിരിച്ചറിയാവുന്ന ഒരു ഒറ്റയാൾ ഇയാൾ മാത്രമേ, ഈ കടക്കാരൻ മാത്രമേ ഉള്ളൂ. അയാളുടെ നോട്ടത്തിൻ്റെ ആത്മാർത്ഥത എത്രയുണ്ടെന്നുള്ള കാര്യം നമുക്ക് അയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിരീക്ഷിക്കുകയല്ലാതെ അതിന് കണ്ടിട്ട് പോലും അയാൾ കാണാതിരുന്നുണ്ടെങ്കിൽ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളെ ഒരു സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആളാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഗവൺമെൻറ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുള്ള ഭാഗത്ത് ഈ സെക്സ് വർക്കേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ നിൽക്കാറുള്ള ഉണ്ട്. പകലൊക്കെ അവരവിടെ ഉണ്ടാവും ചില സ്ഥലത്ത് ആളുകളൊക്കെ. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടിയാലോ എന്ന് ഒരു അഭിപ്രായം വന്നതിനെ തുടർന്ന് അവർ ഇയാളുമായിട്ട്, ഈ നമ്മുടെ തിരിച്ചറിയാൻ പറ്റുന്ന കടക്കാരനായിട്ട് ആ ഭാഗത്തേക്ക് മാറി. അങ്ങനെ മാറി ജീപ്പ് ആയിട്ട് മറ്റേ വാഹനമായിട്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കടക്കാരൻ പറഞ്ഞു, ദേ വരുന്ന ആളെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റേ എം ജി റോഡിൻ്റെ ഭാഗത്തുനിന്ന് പതുക്കെ നമ്മുടെ പ്രതി, നമ്മൾ CCTV ക്യാമറയിൽ കണ്ട ആൾ, നമ്മുടെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറയിൽ കണ്ട ആൾ പതുക്കെ നടന്നു വരുന്നു. നമ്മുടെ വാഹനത്തിലുള്ള എന്തെങ്കിലും അസ്വാഭാവികമായുള്ള നീക്കങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സംശയം തോന്നുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ അയാളങ്ങ് ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യം ബോധ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വലയുടെ ഉള്ളിലായതിനു ശേഷം അയാളെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കി നിന്നു. അയാൾ വരുന്നുണ്ട്. അയാൾ വളരെ സാവധാനം പതുക്കെയാണ് വരുന്നത്. അങ്ങനെ വന്ന് നമ്മുടെ വാഹനം ആരും ശ്രദ്ധിക്കില്ല. കാരണം ഇത് പോലീസ് വാഹനത്തിലല്ല ഇരിക്കുന്നത്. അങ്ങനെ ആ വാഹനത്തിൻ്റെ അടുത്തെത്തുകയും പെട്ടെന്ന് ഡോറ് തുറന്ന് പ്രതിയെ പിടിച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലം അയാൾ നമ്മുടെ കൈപ്പിടിയിലായി. അതിനുശേഷം അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്ത് വന്നു കഴിയുമ്പോൾ അയാൾ കുറ്റകൃത്യങ്ങളെല്ലാം സമ്മതിച്ചു. വീണ്ടും ഇരയെ തേടി നടക്കുകയായിരുന്നു അയാൾക്ക് ലൈംഗിക വൈകൃതമുള്ള ആളാണ്. അയാൾക്ക് ലഹരി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ മുന്നിൽ കിട്ടുന്നത് ഏത് പ്രായം, ഏത് രീതിയിലുള്ള ആൾ ഇതൊന്നുമില്ല. എങ്ങനെയും അയാളുടെ അപ്പോഴത്തെ ആവേശം തീർക്കുക എന്നുള്ളതാണ്. അയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടു. എല്ലാം അയാളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെയാണ്. അതിൽ വളരെ വൈകൃതമായ ഒരു പെരുമാറ്റമുള്ള ആളായിരുന്നു അയാൾ. അതൊരു റേപ്പ് ആൻഡ് മർഡർ ആയിരുന്നത് ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കാരണം പിന്നീട് അതിലെ ആളുകൾ നടന്നു വരുന്നത് കൊണ്ട് സംശയമൊക്കെ തോന്നിയുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് ചെരുപ്പ് പോലും ശരിക്കും എടുക്കാതെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും കൃത്യമായി ഈ CCTV ക്യാമറകൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ യാദൃച്ഛികം അല്ലെങ്കിൽ ഒരു ദൈവാധീനം എന്ന നിലയ്ക്ക് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇയാളെ 2 ദിവസം മുമ്പ് കണ്ട കാര്യം ഓർമ്മ വരികയൊക്കെ ചെയ്തതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തെളിഞ്ഞു. അത് 2-3 ദിവസമുള്ളിൽ തന്നെ പ്രതിയെ പിടിച്ചതുകൊണ്ട് അത് പോലീസിനെതിരായിട്ടുള്ളൊരു വാർത്തയൊന്നും ആയിട്ട് വന്നില്ല. അങ്ങനെ ഒരു നല്ല ഡിറ്റക്ഷൻ അതിൻ്റെ നടന്നു. വീട്ടിൽ നിന്ന് അനക്കങ്ങളൊന്നും ഇല്ലാത്ത കാരണം വീട് തുറന്ന് പരിശോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. കാരണം ഇത്രയും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളവിടെ വന്നു, എന്താണ് അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ അതോ ആരും ഇല്ലാത്തതാണോ, എന്തായാലും പരിശോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ
വാതിൽ പൊളിച്ച് പരിശോധിക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ പൊളിക്കാൻ വേണ്ടി ആളുകൾ അവിടെ നമ്മുടെ കൂടെയുണ്ട്. അവർ വന്നു. അവരുടെ ശ്രമങ്ങൾക്ക് ശേഷം വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ട കാര്യം, കൈയും കാലും കെട്ടി വായിൽ തുണി തൂകിയ ഒരാൾ അവിടെ മൂലയ്ക്ക് കിടക്കുന്നു.